നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് വിഷമങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ എന്നും ഫേസ് ചെയ്യേണ്ട ഒരവസ്ഥയാണ് ഇന്ന് ജീവിതത്തിൽ ഓരോരുത്തർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയട്ടെ. നമ്മൾ ഓരോ വിഷമങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേര് കാണും, നമ്മുടെ സങ്കടങ്ങൾ അല്ലെങ്കിൽ അവരുടെ സങ്കടങ്ങളായി ഏറ്റെടുക്കും, അല്ലെങ്കിൽ ആ പ്രതിസന്ധികൾ സോൾവ് ചെയ്യാൻ അവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. എന്നാൽ ഈ ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് അല്ലെങ്കിൽ അബദ്ധ ധാരണ എന്ന് മനസ്സിലാക്കുക. കാരണം നമ്മുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ പ്രയാസങ്ങൾ നമ്മൾ എത്ര തീവ്രതയോടെയാണ് മറ്റൊരാളിനോട് പറയുന്നത് എന്നുള്ളത് അവർക്കൊരിക്കലും അത് മനസ്സിലാക്കാൻ കഴിയില്ല എന്നതാണ് ശരിക്കും വാസ്തവം. കാരണം അവർ അനുഭവിക്കാത്ത ജീവിത പാഠങ്ങൾ അവർക്കെന്നും കഥകളായിട്ടേ തോന്നൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഒരിക്കലും മറ്റൊരാൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ കാണും അല്ലെങ്കിൽ അയാൾ എന്നെ സഹായിക്കും എന്നുള്ള ചിന്ത ഉപേക്ഷിക്കുക. ഒറ്റയ്ക്കായി പോവും എന്ന് ചിന്തിക്കുന്ന സമയത്തൊക്കെ എൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രതിസന്ധികൾ പരിഹരിക്കാൻ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ധാരാളമാണ് എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. മറ്റൊരാൾ നമ്മളെ ജീവിതത്തിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് കുറ്റം പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ്. ഇന്നത്തെ ലോകത്ത് ആർക്കും സമയമില്ല, അവരവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പോലും ആൾക്കാർക്ക് സമയം തികയുന്നില്ല എന്നുള്ളൊരു വാസ്തവം മനസ്സിലാക്കുക എന്നുള്ളത്. നമ്മളെ പുച്ഛിച്ചവരെ അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിച്ചവരെയൊക്കെ നമ്മൾ കഴിയുമെങ്കിൽ ക്ഷമിക്കുക. പക്ഷെ അവർ പറഞ്ഞ വാക്കുകളായിരിക്കണം നമുക്ക് മുൻപോട്ടുള്ള ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള ഒരു ഊർജം അല്ലെങ്കിൽ ആ ഒരു സ്പാർക്ക് എപ്പോഴും കെടാതെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ മനസ്സിലായിരിക്കും ഈ കാണുന്ന ഓരോരുത്തരും വളരെ പ്രിയപ്പെട്ടവരായിട്ടുള്ളത്. അവരുടെ മനസ്സിൽ ഒരിക്കലും നമ്മൾ അത്രമേൽ പ്രിയപ്പെട്ടവരായിരിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ഒഴിവാക്കുന്നവരെ അല്ലെങ്കിൽ നമ്മളെ അവഗണിക്കുന്നവരെ, നമ്മളെ വിഷമിപ്പിക്കുന്നവരെ, വേദനിപ്പിക്കുന്നവരെയൊക്കെ ഒഴിവാക്കാൻ നമ്മളും പഠിക്കുക എന്നുള്ളതും വലിയൊരു ജീവിത പാഠമാണ്. ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വീഡിയോ കാണുക.